ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വേറൊരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഞാനിങ്ങനെ കുക്കിംഗ് മാത്രം ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം ആകെ അടുക്കളയിൽ കയറുള്ളൂ. ആ കയറുന്ന സമയം കൊണ്ട് എല്ലാം ചെയ്തിട്ട് കുറച്ച് സ്പീഡിൽ വേഗം അങ്ങനെ എല്ലാം ആദ്യം എല്ലാം റെഡിയാക്കി വെക്കും. അതുകൊണ്ട് വേഗം കുക്കിംഗ് എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യും. അതുകൊണ്ട് ഒരു ക്ലീനിങ്ങും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ വേണ്ടി മാത്രമേ അടുക്കളയ്ക്ക് പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് മോൻ സ്കൂളില്ല. അപ്പോൾ രാവിലെ ഇന്ന് പൂരിയും വെള്ളക്കടലയും കൊണ്ടുള്ള മസാലയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല ചായ വെച്ചു, എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം പാല് വെച്ചു, പാല് കൊടുത്തു, ഞങ്ങൾ ചായ വെച്ച് കുടിച്ചു. അതിനുശേഷം ഞാൻ കുക്കറിൽ കടല ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കുതിർത്തി വെച്ച കടല വേവിക്കാൻ വെച്ചു. ആ വേവുന്ന സമയം കൊണ്ട് നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുകയാണ്. അതിന് വേഗം ചുട്ടെടുക്കാം. ഇവിടെ എല്ലാവർക്കും പൂരി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. കാരണം അത് ഓയിൽ ഫുഡ് ഇതല്ലേ, ഒരുപാട് ഓയിലുള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് ആ ഒരുപാട് ഓയിലുള്ളത് കഴിച്ചാൽ വെറുതെ വോമിറ്റിങ് വരുന്ന പോലെയൊക്കെ തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിക്കുകയോ വെച്ചാൽ കഴിക്കാറൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. നമ്മൾ വീക്ക്ലി വൺസ് ഒരു ദിവസം പൂരി ഉണ്ടാക്കും. എല്ലാവർക്കും ലീവുള്ള സമയത്ത് സമാധാനത്തോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാറ്. ഇത് ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ കുഴച്ച് വെക്കും. അപ്പോൾ രാവിലേക്കുള്ളത് വേഗമായി നടക്കാറില്ല. അല്ലാതെ രാവിലെ കുഴയ്ക്കാൻ വേണ്ടി നിൽക്കാറൊന്നുമില്ല. പൂരി ഉണ്ടാക്കി കഴിഞ്ഞ് ആ പാനിൽ കുറച്ച് കൂടുതലുള്ള എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം അതിൽ തന്നെ അങ്ങ് മസാല റെഡിയാക്കാൻ വിചാരിച്ചു. ഇങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ 2 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകാനുള്ള പാത്രത്തിൻ്റെ എണ്ണവും കുറയും, കാര്യങ്ങൾ വേഗം നടക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയാൽ മതി. ആദ്യം കടുക് വറുത്തു, വെളിച്ചെണ്ണയിൽ കടുക് വറുത്തു. പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കറിവേപ്പില ഇട്ടിട്ട്. പിന്നെ എല്ലാ മസാലപ്പൊടികളും ഇടുക. ഇതിൽ സാധാരണ ഒരു കറി വയ്ക്കുന്ന പോലെ തന്നെ, സാധാരണ ചപ്പാത്തിക്കുള്ള കറിയോ അല്ലെങ്കിൽ എങ്ങനെ ഈ കറി വയ്ക്കാൻ അതുപോലെ തന്നെ സിമ്പിളായിട്ട് പിന്നെ ഉള്ളി, തക്കാളി അങ്ങ് മസാലകളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. അതിലോട്ട് വേവിച്ച കടല അതിൻ്റെ സ്റ്റോക്കോട് കൂടെ തന്നെയാണ് ഇടുന്നത്. ആ വെള്ളം കളയുന്നൊന്നുമില്ല, ഞാൻ അത് തന്നെയാണ്. ഇത് ഇന്നലെ രാവിലെ ഞാൻ കടല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി ആയപ്പോഴേക്കും ഇത്തിരി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചാലും മുളയ്ക്കുന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് അത്ര അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കടല എടുത്തിട്ട് അരച്ചെടുക്കുകയെ. എന്നാൽ കുറച്ച് അല്ലെങ്കിൽ ഗ്രേവി ഭയങ്കര വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് ഇതിൽ വേവിച്ച കടലയിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് അരച്ച് അതിലോട്ട് ഒഴിക്കും. അവസാനം അതിലോട്ട് കറിവേപ്പിലല്ലോ മല്ലിയിലയും കുറച്ച് കസൂരി മേത്തി ഇടും. ഈ ചപ്പാത്തി കറികളിലൊക്കെ കസൂരി മേത്തിയിട്ട് ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇനി അടുത്ത ടാസ്ക് ഇവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് ഇത്തിരി കോൾഡ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ഈ പലഹാരങ്ങളും ചപ്പാത്തിയായാലും പൂരിയായാലും ദോശയിലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്തോ കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ഒന്നും കഴിക്കാനൊരു ഇൻട്രസ്റ്റേ ഇല്ല. അപ്പോൾ ഇനി കൊടുക്കുന്ന ഒരു ടാസ്ക്, ആദ്യത്തെ ഒരു വായിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം കഴിച്ചോളൂ. ആദ്യത്തെ ഒന്നങ്ങ് ടേസ്റ്റ് കിട്ടണം. അങ്ങനെ അവന് കൊടുത്തു കഴിഞ്ഞു. ഞാനും കഴിച്ചതിന് ശേഷം കറി ബാക്കിയുള്ളത് എടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ചൂടൊക്കെ അറിയതിന് ശേഷം എടുത്തത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഈ കറി തന്നെ നമ്മൾ ചിലപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ രാത്രിയിലോട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. അതിനുശേഷം പാത്രങ്ങൾ കഴുകാൻ രാവിലത്തെ എല്ലാ ഇതും ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് അതായത് പൂരി ഉണ്ടാക്കണമായിരുന്നു, മസാല ഉണ്ടാക്കണം, അതിലേക്കുള്ള റെഡിയാക്കുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ കഴുകാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടുത്ത ഫുഡിനോട്ടുള്ളത് റെഡിയാക്കണേം കൊണ്ട് പാത്രം കഴുകാൻ പറ്റില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം പോയിരുന്ന് പഠിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ആൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, വലിയ ആൾ ആ പഠിക്കുന്ന പുസ്തകമൊക്കെ വെച്ചിട്ട് കളിക്കുക. ഈ കളീനെ ഡൊമിനോസ് എന്നാണ് അത്ര പറയുക. എനിക്കറിയില്ലായിരുന്നു. ദൈവം പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. ഇവൻ എവിടേക്കോ വീഡിയോസിൽ അതൊക്കെ കണ്ടിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ബുക്കുകൾ അടുക്കിയിട്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒരു ഷേപ്പിലായിട്ട് ഇങ്ങനെ വീഴുമല്ലോ, അതിൻ്റെ പേര് ഡൊമിനോസ് എന്നാണെന്ന്. അങ്ങനെ ഏട്ടനും അനിയനും ബുക്ക് വെച്ച് കളിക്കുന്നു, പഠിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ ഭക്ഷണം എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഉച്ചത്തെ പരിപാടിയിലോട്ട് കിടക്കണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇന്ന് ചോറും കറിയും ഒരു ഉപ്പേരിയും തന്നെയാണ്. നമ്മൾ എപ്പോഴും ചോറും കറിയും ഒരു ഉപ്പേരിയും പിന്നെ അച്ചാറുണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ.
പപ്പടം വറുത്ത് വെക്കാറുണ്ട്. പപ്പടമൊക്കെ ഞാൻ 2 ദിവസത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് ഒരു വറുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ 8-10 അങ്ങ് വറുത്ത് വെക്കും. അപ്പോൾ നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ 3 ദിവസം വരെയൊക്കെ പപ്പടം ഉണ്ടായിരിക്കും. തണുക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യത്തെ ദിവസം ഫ്രഷായിട്ട് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഇതാവും. പക്ഷേ നമ്മളങ്ങ് ഓരോ ദിവസം അപ്പം ഉള്ളതൊന്നും വറുത്തെടുക്കാറൊന്നുമില്ല. വറുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വറുത്ത് ഒരു ബോക്സിലാക്കി വെക്കും. അത് തന്നെ. പിന്നെ ചോറിന് വെള്ളം വെച്ചു. ഇനി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ കറിക്കുള്ളതൊക്കെ ഇതാക്കാം. ഇന്ന് മത്തനും പരിപ്പും കൂടി ചേർത്ത് മത്തൻ പരിപ്പ് പറഞ്ഞൊരു കറിയാണ് വെക്കുന്നത്. പാലക്കാട്ടിലൊരു ടൈപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് ആദ്യം തന്നെ കഴുകി കുറച്ച് നേരം കുതിർത്താൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. നേരെ കുക്കറിലോട്ട് അങ്ങ് ഇട്ടു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇന്ന് കറിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണ്ടതൊക്കെ ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ അങ്ങ് എടുത്ത് വെക്കും. വെള്ളം ചൂടാവാറാകുമ്പോഴേക്ക് അരി കഴുകിയെടുക്കുക. അരി കഴുകിയെടുത്ത് പിന്നെ അങ്ങ് സിമ്മിലിട്ടങ്ങ് വെച്ച് വെച്ചാൽ പിന്നെ ചോറങ്ങ് പതുക്കെ ഇരുന്ന് ആയിക്കോളുമല്ലോ. അതിലോട്ട് തന്നെ അങ്ങ് ശ്രദ്ധിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴേക്കും അങ്ങ് അരി കൊട്ടി കൊടുക്കുകയാണ്. ഇനി കറിയിലോട്ടുള്ള കഷ്ണങ്ങളെല്ലാം മുറിക്കാം. ഇന്നിപ്പോൾ മത്തനും പരിപ്പാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മത്തൻ മാത്രമേ മുറിക്കാനുള്ളൂ. ഇത് 2 ദിവസം എന്നല്ല, നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഇത്തിരി വാടിയിട്ടുണ്ട്. അപ്പോൾ വാടിയ ഭാഗമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പരിപ്പും മത്തനും പണ്ടൊക്കെ രണ്ടും വേറെ വേറെ വേവിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് ആദ്യം വേവിച്ചെടുക്കും, പിന്നെ ആദ്യം മത്തൻ വേവിച്ചെടുക്കും, പിന്നെ കറി വയ്ക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ആദ്യം പഠിച്ചു വരുന്നില്ല, ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പോൾ ഞാനും പരിപ്പും മത്തനും രണ്ടും കൂടി ഒരുമിച്ചങ്ങ് ഇട്ടിട്ട് ഉപ്പൊന്നും ഇടില്ല, ഒന്നും ഇടാതെ വെറുതെ അങ്ങ് വേവിച്ചെടുക്കും. എടുത്തതിന് ശേഷമാണ് അരവൊക്കെ ചേർക്കുന്ന സമയത്താണ് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഗ്യാസ് ഒന്നങ്ങ് സ്റ്റൗ ഒന്ന് മാറ്റിയെടുക്കാം. ചോറിന് പതുക്കെയല്ലേ വേണ്ട, അതുകൊണ്ട് സ്ലോ ആയിട്ടുള്ള ചെറിയ ഫ്ലെയിമുള്ള ഇതിലോട്ട് മാറ്റി കുക്കറിൽ മത്തനും പരിപ്പും വേവിക്കാൻ വെച്ചു. ഇനി അതങ്ങ് കുക്കറിൻ്റെ വിസിൽ ആവിയൊക്കെ ഒന്ന് പോകുന്ന സമയം കൊണ്ട് ഉപ്പേരിക്കുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇന്ന് ഉപ്പേരി ഈ ബജ്ജി മുളക് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ബാക്കി വന്നു. ഇവിടെ കുട്ടികളൊന്നും ഇത് കഴിക്കില്ല. ഹസ്ബൻഡിനാണെങ്കിലും 1-2 ബജ്ജി ഉണ്ടാക്കിയാൽ കഴിക്കാം. എനിക്കും മാക്സിമം 1-2-3 തന്നെ കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വന്നു. ഇത് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കാക്കിലായിട്ട് വാങ്ങിച്ചാൽ പോലും കുറച്ച് ബജ്ജി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങ് ഒരു ഉപ്പേരി പോലെ ചെയ്യാൻ വിചാരിച്ചു. ഒരു ഉപ്പേരി പറഞ്ഞാൽ ഒരു മസാല പോലെ ഉണ്ടാക്കും. സൈഡ് ഇന്നലത്തെ നമ്മൾ ചക്ക ഉണ്ടായിരുന്നു, ഉപ്പേരി ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇന്നലെ വെച്ചത് കുറച്ച് കൂടുതൽ ബാക്കിയുള്ളത് കൊണ്ട് ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കുന്ന സമയമാകുമ്പോൾ ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇന്നും അത് തികയുമില്ല, അതുകൊണ്ട് ഈ ബജ്ജി വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയത് വെറുതെ വാടിക്കളയണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അങ്ങ് ഉപ്പേരി വയ്ക്കുകയാണ്. ഇത് ഞാൻ എവിടെ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോസാണ്. ഇത് തമിഴ് സ്റ്റൈലുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അതിൽ പറഞ്ഞ ഒരു മസാല പോലെ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും കഴിക്കുക, അവർ പലഹാരത്തിൻ്റെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലഹാരത്തിൻ്റെ കൂടെയൊന്നും അത്ര കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചു. ആ സമയം കൊണ്ട് കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ അരി തിളച്ചിട്ടുണ്ട്, അരിയല്ല ചോറായിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് വാർത്ത് വയ്ക്കാം. ഞാൻ ചോറ് ഇപ്പോഴും വാർക്കുന്നത് ഇങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് എങ്ങനെ പറയുക വാർത്തെടുക്കുക ചെയ്യുന്നത്, ഒരു പാത്രത്തിലോട്ട് വാർത്തെടുക്കുക ചെയ്യുന്നത്. പണ്ട് ഞാൻ കുക്കറിലായിരുന്നു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്കിങ്ങനെ വാർക്കേണ്ട പണി ഉണ്ടായില്ല. പിന്നെ അതിനേക്കാളും ഈസി ഇതാണെന്ന് തോന്നി. പിന്നെ ഇതാണ് ഇപ്പോൾ എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ചോറായി കഴിഞ്ഞു, കറിയും പകുതിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലോട്ട് അരവ് ചേർക്കണേ വേണ്ടു. അപ്പോൾ കറിയായി കഴിഞ്ഞു. പിന്നെ ഉപ്പേരി വേഗം അത് ബജ്ജി മുളകെന്ന് പറയില്ല, ഈ ബജ്ജി മുളകാണെങ്കിൽ പോലും ഇത് ക്യാപ്സിക്കം പോലെയൊക്കെ തന്നെ വേഗം അങ്ങ് വാടി കിട്ടും. ഒന്നങ്ങ് ചൂട് തട്ടിക്കഴിഞ്ഞാൽ കുറച്ചങ്ങ് അടച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി, വേഗം അങ്ങ് എല്ലാം വാടി കിട്ടും. പിന്നെ ഇതിലോട്ട് ഈ തക്കാളി ഉള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു പുളിപ്പും രസം ഉണ്ടാവും. ഞാൻ അവസാനം അതിലോട്ട് കുറച്ച് ചില സമയത്ത് പഞ്ചസാര ഇടാറുണ്ട്. കാരണം ബജ്ജി മുളകാണല്ലോ, ഇത്തിരി എരിവുണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ പരിപ്പും മത്തനും നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തുടയാണ്. പരിപ്പ് ഇങ്ങനെ കാണുമൊന്നും വേണ്ട, നന്നായിട്ടങ്ങ് നന്നായിട്ടങ്ങ് ഉടയേണ്ടത് തന്നെ, നമ്മൾ ഉടച്ചെടുക്കേണ്ടതിന് അത് തന്നെയാണ്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ഈ അരപ്പ് എന്ന് പറഞ്ഞിട്ട് തേങ്ങയും ജീരകവും മാത്രമേ ഉള്ളൂ. തേങ്ങയും ജീരകവും നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. അതും കൂടി അങ്ങ് ചേർത്ത് ഇതിനി എല്ലാം തിളച്ച് വന്നു വെച്ചാൽ തന്നെ കറിയായി. പിന്നെ അതിലോട്ട് നമ്മൾ വറുത്ത് കൊട്ടേ വേണ്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോഴേക്ക് വേഗം കറിയാവും. ഇതൊക്കെ ഒരു ഈസി കറിയാണ്.
അരപ്പൊഴിച്ചു. അരപ്പൊക്കെ അങ്ങ് തിളച്ച് വരികയേ വേണ്ട. അരപ്പ് കറിയിലോട്ടങ്ങ് കൂടിയിട്ട് എല്ലാം ഒന്നങ്ങ് വെന്ത് മിക്സായിട്ട് വരുമ്പോഴേക്ക് കറി റെഡി ആയിരിക്കും. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. വറുത്ത് കൊട്ടുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇത് തന്നെ കടുകും പച്ചമുളകും കറിവേപ്പിലയും അങ്ങ് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ടാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് അങ്ങ് കട്ട പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ ഒന്ന് കുറച്ച് ഉരുക്കിയെടുത്തതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോഴേക്കും വീണ്ടും മുഴുവനായിട്ടൊന്നും ഉരുക്കി വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും കട്ട പിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു വലിയ ടാസ്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെ കടുക് വിട്ടുമ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു വയ്ക്കും. ഇല്ലെങ്കിൽ കടുകൊക്കെ പൊട്ടിത്തെറിച്ച് ഗ്യാസിൻ്റെയും ചുമരിലും എല്ലായിടത്തും കൂടി അങ്ങ് എണ്ണ തെറിക്കും, അതൊക്കെ അങ്ങ് തെറിക്കും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് അങ്ങ് അടച്ചു വയ്ക്കും. എന്നാൽ പിന്നെ അങ്ങ് തെറിക്കില്ലല്ലോ, പുറത്തോട്ട് അങ്ങ് തെറിക്കില്ലല്ലോ വിചാരിച്ചിട്ട്. ഇങ്ങനെ എണ്ണ തെറിക്കുന്ന എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്യാറ്. എപ്പോഴൊന്നും അങ്ങ് അടച്ചു വയ്ക്കും. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതങ്ങ് കറിയിലോട്ടൊഴിച്ചാൽ കറി ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ, ഈ ചീനച്ചട്ടിയിൽ തന്നെ, ഇതിന് ചീനച്ചട്ടി എന്നല്ലേ പറയുക, പാനല്ലല്ലോ, ചീനച്ചട്ടി തന്നെയാണ് ഞാൻ അങ്ങ് ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി, തക്കാളി, ഇഞ്ചി, ഇത് രാവിലെ പൂരി ഉണ്ടാക്കിയ കുറച്ച് എണ്ണ ബാക്കി വന്നതാണ്. അത് തന്നെ അങ്ങ് എടുത്തു. അതോടുകൂടി അങ്ങ് തീർന്നോളും. അതിലോട് ഉള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കും. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് തക്കാളിയൊക്കെ അങ്ങ് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് പൊടികളെല്ലാം ചേർക്കുക. അതിലോട്ട് തന്നെ നമുക്ക് ക്യാപ്സിക്കല്ല ബജ്ജി മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് അങ്ങ് എല്ലാം ഒന്ന് പ്രസ് ചെയ്തങ്ങ് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റും കൂടി വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോഴേക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരിക്കും. അവസാനം അതിൽ തേങ്ങയൊക്കെ ഇടണേ. തേങ്ങയൊക്കെ ഇട്ട ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങ് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി റെഡി ആയിട്ടുണ്ടല്ലോ. കറി തന്നെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റാം. കുക്കറിലല്ലേ വെച്ചത്. കുക്കറിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള സൗകര്യക്കുറവ് കാരണം ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ ഇടാം. ഇതുവരെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വഴറ്റിയത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കില്ല. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുറച്ച് വേഗത്തിൽ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടാണ് നമ്മളെപ്പോഴും വഴറ്റാറ്. അങ്ങനെ വഴണ്ട് വന്ന് ഇനി അതിൽ മസാലകളെല്ലാം ചേർത്തു. മസാല പറഞ്ഞാൽ ആകെ മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കാരണം ഈ ബജ്ജി മുളകിൽ തന്നെ എത്ര നമ്മൾ അതിൻ്റെ ക്ലീൻ ചെയ്തിട്ട് അതിൽ അരികളെല്ലാം കളഞ്ഞിട്ടൊക്കെ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ പോലും ഒരു ചെറിയ എരിവുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. ഇവിടെ എരിവ് കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്. ഇനി അതങ്ങ് വഴണ്ട് വരുന്ന സമയം കൊണ്ട് അതിന് ശേഷമുള്ള ഉച്ചയ്ക്ക് ഉപയോഗിച്ച പാത്രങ്ങൾ കുറച്ചുണ്ടായിരിക്കും. ആ പാത്രങ്ങളെയും കഴുകിയെടുക്കാം. ഇപ്പോൾ ഉപ്പേരി ആയി കഴിഞ്ഞു. ഇപ്പോൾ അത് തന്നെ നമ്മൾ കുക്കിംഗ് കഴിയുന്ന സമയം കൊണ്ട് തന്നെ ക്ലീനിങ്ങും കൂടി അങ്ങ് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ വലിയ പണി ഉണ്ടാവില്ല. കുറച്ച് നേരം എല്ലാം ഫാസ്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇതിൻ്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം കൊണ്ട് അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ക്ലീനിങ് മാത്രമായിട്ടൊരു പണി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതിപ്പോൾ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നും. ഇതങ്ങ് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കിടന്ന് വേവുമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇടയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഉപ്പേരി ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കുട്ടികൾക്ക് ചോറൊക്കെ കഴിക്കാറായി. അപ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് കറിയാണെങ്കിലും അവന് തൈര് ചേർത്തിട്ടാണ് വലിയ മോനും ഇഷ്ടം. എപ്പോഴും തൈരും ചോറ്, അതായത് കറികളും കൂടി വേണമെന്നില്ല, അവന് തൈരും ചോറ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. രണ്ടുപേരും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മോനൊക്കെ ഉറക്കി കഴിഞ്ഞു. ഒരു 4-4:30 കാലൊക്കെ ആയപ്പോഴേക്കും മോൻ എഴുന്നേറ്റു. അപ്പോഴേക്കും ചായയുടെ സമയമായി. ഞങ്ങൾ ചായ വെച്ച് കുടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ സ്നാക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നും നമ്മളുള്ള സ്നാക്സ് എന്തെങ്കിലും പാക്കറ്റ് സ്നാക്കൊക്കെ കൊടുക്കാറ്. ഇതിപ്പോൾ ഒന്ന് വിചാരിച്ചു ഇങ്ങനെ ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പക്ഷേ ഇത് ഫ്രഷൊന്നല്ല, നമ്മൾ ഫ്രോസണായിട്ട് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസാണ്. അതങ്ങെടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീസായിട്ട് ഇരിക്കുകയായിരിക്കില്ല. അപ്പോൾ നല്ല ഐസും ഇതിൽ കുറച്ച് ഐസിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് അങ്ങ് ഇടുമ്പോഴേക്കും തന്നെ ഫുൾ പൊട്ടിത്തെറിക്കും കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാനിലിട്ടിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് വേഗം എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് എവിടെയും തെറിക്കില്ല, ഒരുപാട് വൃത്തികേടാവില്ല. എന്നാലും കുറച്ചൊക്കെ തെറിക്കും, ഇളക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ തെറിക്കും, എന്നാലും ഒരുപാട് അങ്ങ് തെറിക്കില്ല. അതിന് വേണ്ടി ഇങ്ങനെ അടച്ച് വെക്കുന്നത്. പിന്നെ അതിൽ ഉപ്പുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഒറിഗാനോ ഉണ്ടായിരിക്കും, ഒറിഗാനോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കാം, നന്നായിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ മിക്സിങ്ങും എല്ലാം കഴിഞ്ഞ് അവർ കഴിച്ചും കഴിഞ്ഞു. അപ്പോഴേക്കും 6-6:15 ആയപ്പോഴേക്ക് വിളക്ക് വെക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് രാത്രിയിട്ട് ഡിന്നറും കൂടി കഴിഞ്ഞാൽ ഈ ദിവസം കഴിയുമല്ലോ. ഡിന്നറിനൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. മോനിത്തിരി സുഖമില്ലാത്തത് കൊണ്ട് വെറുതെ വാശി പിടിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെയും തന്നെ ഗോതമ്പായിരുന്നില്ല. അപ്പോൾ എല്ലാ സമയം ഗോതമ്പ് വേണ്ടാന്ന് വിചാരിച്ചു ചെയ്തിട്ട് ഇന്ന് സിമ്പിളായിട്ട് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ദോശേൻ്റെ രാവിലത്തെ കറി ഉണ്ടല്ലോ, കടലക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദോശയും കടലക്കറിയാണിന്ന് രാത്രിത്തെ ഡിന്നറ്. എൻ്റെ ദോശ പറഞ്ഞാൽ കുറച്ച് വലുതുമായിരിക്കും. ഇങ്ങനെ കട്ടിയില്ലാത്ത നെയ്യ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാറ്, നെയ്യ് തന്നെ ഒഴിക്കുക. ഇവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് തന്നെ ഉപയോഗിക്കാറ്. കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. കുട്ടികൾക്കെന്നല്ല, നമ്മളെല്ലാവരും വലിയ ആൾക്കാരൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കാറ്. നെയ്യ് റോസ്റ്റ് പോലെയുള്ളത് ഇഷ്ടമാണ് മോന്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അവർ കഴിച്ചതിന് ശേഷം നമ്മളും കഴിക്കും. അല്ലാതെ എല്ലാവർക്കും അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് തണുത്തിട്ട് ദോശ കഴിക്കാൻ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ആദ്യം പിള്ളേർക്കുള്ളത് മാത്രം ഉണ്ടാക്കും. ഞാൻ 2 എണ്ണമൊക്കെ ആയി കഴിഞ്ഞാൽ മോന് കൊണ്ടു കൊടുക്കുക. അവനതെടുത്ത് അവൻ തന്നെ കഴിച്ചോളും. ചെറിയ മോന് ഞാൻ കൊടുക്കുകയും ചെയ്യും. ദോശയൊക്കെ അവൻ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിച്ച വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.